വണ്ടിപ്പെരിയാറിൽ നിന്നും ഷാജി നമുക്കൊപ്പം ചേരുന്നുണ്ട് ടെലിഫോൺ ലൈനിൽ. ഷാജി, വണ്ടിപ്പെരിയാറിൽ എന്താണ് അവസ്ഥ? ഒരു ആശുപത്രിയിൽ നിന്നുള്ള ദൃശ്യങ്ങൾ, അതിന്റെ സമീപത്തെ ദൃശ്യങ്ങളാണെന്ന് തോന്നുന്നു. ഇന്നലെ മുതൽ മഴ പെയ്യുന്നുണ്ടായിരുന്നെങ്കിലും രാത്രിയോടുകൂടിയാണ് ഇവിടെ വണ്ടിപ്പെരിയാർ മേഖലയിൽ പ്രത്യേകിച്ച് മഴ ശക്തമായി പെയ്യാൻ തുടങ്ങിയത്. നമ്മൾ പുലർച്ചെ 5 മണിയോടുകൂടി തന്നെയാണ് ഞാൻ ഈ വിവരം വണ്ടിപ്പെരിയാർ പോലീസ് സ്റ്റേഷനിലെ സ്പെഷ്യൽ ബ്രാഞ്ച് ഉദ്യോഗസ്ഥനായ രതീഷാണ് എന്നെ വിളിച്ച് ഈ വിവരം അന്വേഷിക്കുന്നത്. അപ്പോഴാണ് നമ്മൾ ഈ വിവരം അറിഞ്ഞത്. അപ്പൊ തന്നെ നമ്മൾ അറിഞ്ഞ് വീടിന്റെ പുറത്ത് നോക്കിയപ്പോൾ പെരിയാർ നദി കരകവിഞ്ഞ് ഒഴുകുന്ന ദൃശ്യം നമുക്ക് കാണാൻ കഴിഞ്ഞു. അതോടൊപ്പം തന്നെ നിരവധിയായിട്ടുള്ള വീടുകളിൽ വെള്ളം കയറിയിട്ടുണ്ട്. ഈ തോറ്റുപാറ മുള്ളിയാറ പ്രദേശങ്ങളിൽ ഉരുൾപൊട്ടൽ ഉണ്ടാകുകയും കനത്ത മഴയെ തുടർന്നുകൊണ്ടുള്ള വെള്ളമാണ് ഈ പ്രദേശത്ത് കൂടുതലായിട്ട് എത്തിച്ചേരാൻ കഴിഞ്ഞത്. വണ്ടിപ്പെരിയാർ ഗവൺമെന്റ് ആശുപത്രിയിലാണെങ്കിൽ ഈ ശക്തമായ മഴയെ തുടർന്നുള്ള വെള്ളം കയറുകയുണ്ടായത്. അതുപോലെ തന്നെ നിരവധിയായ വീടുകളിലും വെള്ളം കയറിയിട്ടുണ്ട്. ശരി, വണ്ടിപ്പെരിയാറിൽ നിന്നും ഷാജിയാണ് വിവരങ്ങൾ പങ്കുവച്ചത്. വിവിധ ഇടങ്ങളിൽ വെള്ളപ്പൊക്കമുണ്ട്, പല വീടുകളിലും വെള്ളം കയറിയിട്ടുണ്ട്, ശക്തമായ മഴയാണ് ഉണ്ടായിരുന്നത് സ്ഥലത്ത്. അതുകൊണ്ട് തന്നെ ശക്തമായി വെള്ളപ്പൊക്കവും ഉണ്ടായിട്ടുണ്ടെന്നാണ് നമുക്ക് നിലവിൽ ലഭ്യമാകുന്ന വിവരങ്ങൾ. വളരെ നന്ദി ഷാജി, ഒപ്പം ചേർന്നതിൻ്റെ വിവരങ്ങൾ പങ്കുവച്ചതിനും.